മധു, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് സഹായകമാകുന്ന നിർണായക കരാറിൽ ഒപ്പിട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന ഒരു കാലമുണ്ടാകും എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് മേൽ 25% താരിഫ് ചുമത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നുവെന്നും ട്രംപ് പറയുന്നു. നല്ല കച്ചവടക്കാരൻ്റെ അതേ മനോഭാവത്തിൽ ട്രംപ് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത കിട്ടുന്നു. എന്തൊക്കെയാണ് മധു അമേരിക്കയിൽ നിന്നുള്ള വർത്തമാനം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ, ഗുഡ് മോർണിംഗ് ബൽറാം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് രണ്ട് രാജ്യങ്ങളും തീരുവയിൽ ധാരണയിലെത്തുവാൻ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ്. മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ട്രംപ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാൻ ഈ ആഴ്ച അവസാനത്തോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. താരിഫ് കുറയ്ക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാണ്. ഒരു വശത്ത് US പ്രതിനിധികളും ഇന്ത്യയുമായിട്ട് സംസാരിക്കുകയാണ് എന്ന് ഇന്ത്യയായിട്ട് സംസാരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇന്ത്യക്ക് പെനാൽറ്റി അടിക്കുമെന്ന് രാവിലെ പറഞ്ഞതിനെ പറ്റി കൂടുതൽ വ്യക്തത വൈറ്റ് ഹൗസിൽ വെച്ച് സംസാരിക്കുമ്പോൾ ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. ട്രംപ് പറയുന്നത് അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സഹകരണം, അതാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. ബ്രിക്സുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ, അതായത് പെനാൽറ്റി രൂപത്തിൽ ചുമത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എസ്കനെ തുടക്കത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണയും അതുപോലെ സൈനിക ഉപകരണങ്ങളും ഒക്കെ വാങ്ങുന്നതിനാണ് ഈ പെനാൽറ്റി എന്നായിരുന്നു ട്രംപ് ഒരു സൂചന നൽകിയത്. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു ധാരണയിൽ എത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനും അമേരിക്കയും അവരുടെ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ പാർട്ട്ണർഷിപ്പിന് നേതൃത്വം നൽകുന്ന ഒരു എണ്ണ കമ്പനിയെ അധികം വൈകാതെ തെരഞ്ഞെടുക്കും. ഒരുപക്ഷെ ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായേക്കുമെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാര കരാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനും US തമ്മിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ദേശീയ താല്പര്യം ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രത്യാഘാതങ്ങളെ കുറിച്ച് സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇരു രാജ്യങ്ങൾക്കും പ്രയോജനമുള്ള ചർച്ചകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് നിലപാട്. എസ്കനെ 2024 ഏകദേശം $87 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ ചരക്ക് കയറ്റുമതിയാണ് അമേരിക്കയിൽ എത്തിയത്. ഈ പുതിയ താരിഫുകൾ വലിയ തോതിൽ ബാധിക്കും. ഇത് പറഞ്ഞു തീർത്തില്ലെങ്കിൽ വസ്ത്രങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, രത്നങ്ങൾ, ആഭരണങ്ങളൊക്കെ ആയിരുന്നു അമേരിക്കയിൽ എത്തിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. അതേസമയം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഉൽപ്പന്നങ്ങൾ $41.8 ബില്യൺ മാത്രമാണ്. ഏതാണ്ട് $45.7 ബില്യൺ വ്യാപാര കമ്മിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരിയിൽ ഒരു ധാരണയായത് ഈ വ്യാപാരം ഇരു രാജ്യങ്ങളുടെ 500 ബില്യണിലേക്ക് ഉയർത്തുമെന്നാണ്. എസ്കനെ നമ്മൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി അവരുടെ സിന്ധ് മേഖലയിൽ പുതിയൊരു എണ്ണ ശേഖരം കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 4000 മീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോഴാണ് ഈ എണ്ണ ശേഖരം അവർ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഇതിന്റെ ഒരു വികസനമായിരിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിലുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഒരു കച്ചവടക്കാരൻ്റെ കണ്ണോടെ പാകിസ്ഥാനിലെ എണ്ണപ്പാടമൊക്കെ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.